അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. എല്ലാവർക്കും ഷഫീഖ് ഇ പി എന്ന യൂട്യൂബ് ചാനലിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് 2ാം ക്ലാസ്സിൻ്റെ അഖീദ എന്ന വിഷയത്തിൽ കഴിഞ്ഞ പാദവാർഷിക പരീക്ഷയ്ക്ക് വന്ന ചോദ്യപേപ്പറാണ്. അപ്പോൾ നമുക്ക് ആദ്യത്തെ പ്രവർത്തനം നോക്കാം. യോജിച്ചവ ചേർക്കാം. താഴെ 6ഓളം ചോദ്യങ്ങളാണ് നൽകിയിട്ടുള്ളത്. അപ്പോൾ ഓരോന്നിനോടും യോജിച്ചത് ആ ഒരു ഇടത്തെ ഭാഗത്തുള്ള ബോക്സിലുണ്ടാകും. അപ്പോൾ ശരിയായത് ഓരോന്നിനും നേരെ എടുത്തെഴുതാനാണ് പറയുന്നത്. അപ്പോൾ ഒന്നാമത്തെ ചോദ്യം, നമ്മുടെ റബ്ബ്. അപ്പോൾ നമ്മുടെ റബ്ബ് ആരാണ്? അപ്പോൾ നമുക്ക് ആദ്യം ആ ഒരു ബോക്സിലുള്ളതൊന്ന് വായിച്ചു നോക്കാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉപ്പ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വഫാത്തായി, നുബുവത്ത് കിട്ടി, അള്ളാഹു ആകുന്നു, നബി ജനിച്ചു. അപ്പോൾ ഒന്നാമത്തതിനോട് യോജിച്ചത് ഏതായിരിക്കും? അള്ളാഹു ആകുന്നു എന്നാണ്, അല്ലേ? നമ്മുടെ റബ്ബ് അള്ളാഹു ആകുന്നു. രണ്ടാമത്തത് ആമിന ബീവി ഡാഷ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മ. അവിടെ എഴുതി കൊടുക്കാനുള്ളത് ഏതാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മ. ഇനി മൂന്നാമത്തത് അബ്ദുല്ലാഹ്. ആരാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉപ്പ. നാലാമത്തത് മക്കയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജനിച്ചു എന്ന് വരും, അല്ലേ? അപ്പോൾ അവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജനിച്ചു എന്ന് എഴുതി കൊടുക്കുക. അഞ്ചാമത്തത് മദീനയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വഫാത്തായി എന്ന് വരും. അപ്പോൾ അവിടെ അതെഴുതി കൊടുക്കുക. ആറാമത്തത് 40 വയസ്സായപ്പോൾ നമ്മുടെ നബിക്ക് നുബുവത്ത് കിട്ടി. അപ്പോൾ അവിടെ എഴുതി കൊടുക്കാനുള്ളത് ഏതാണ്? നുബുവത്ത് കിട്ടി എന്നുള്ളതാണ്. രണ്ടാമത്തത് പൂർത്തിയാക്കാം എന്നുള്ളതാണ്. അപ്പോൾ അവിടെ 4ഓളം ചോദ്യങ്ങൾ നൽകിയിട്ടുണ്ട്. അപ്പോൾ ഓരോന്നോരോന്നായി നമുക്ക് നോക്കാം. ഒന്നാമത്തത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് 53 വയസ്സായപ്പോൾ മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജുറ പോയി. അപ്പോൾ അവിടെ ഹിജുറ പോയി എന്നാണ് നമ്മൾ എഴുതി കൊടുക്കാനുള്ളത്. രണ്ടാമത്തത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് 63 വയസ്സായപ്പോൾ മദീനയിൽ വഫാത്തായി. അപ്പോൾ അവിടെ വഫാത്തായി എന്നാണ് എഴുതി കൊടുക്കാനുള്ളത്. മൂന്നാമത്തത് അള്ളാഹു പ്രകാശം കൊണ്ട് സൃഷ്ടിച്ചവരാണ് മലക്കുകൾ. അപ്പോൾ നമ്മളവിടെ മലക്കുകൾ എന്ന് എഴുതി കൊടുക്കുക. നാലാമത്തത് അള്ളാഹുവിനെ മാത്രമേ നാം ആരാധിക്കാവൂ. അപ്പം അടുത്ത പ്രവർത്തനം നമുക്ക് നോക്കാം. മൂന്നാമത്തത് ശരിക്ക് ശരി നൽകാം എന്നുള്ളതാണ്. അവിടെ 5ഓളം ചോദ്യങ്ങളാണ് നൽകിയിട്ടുള്ളത്. ഓരോ ചോദ്യത്തിനും 3 ഓപ്ഷൻസ് നൽകിയിട്ടുണ്ടാകും. ആ ശരിയായിട്ടുള്ള ഓപ്ഷന് നേരെ, ശരിയായിട്ടുള്ള ഉത്തരത്തിന് നേരെ മാത്രമാണ് നമ്മൾ ശരി അടയാളപ്പെടുത്തേണ്ടത്. അപ്പോൾ ഒന്നാമത്തെ ചോദ്യം, മണ്ണിനാൽ പടയ്ക്കപ്പെട്ടവർ ജിന്ന്, മനുഷ്യർ, മലക്കുകൾ. ഏതാണ് ശരി? മനുഷ്യർ എന്നുള്ളതാണ്, അല്ലേ? മണ്ണിനാൽ മണ്ണുകൊണ്ട് പടയ്ക്കപ്പെട്ടവർ ആരാണ്? മനുഷ്യരാണ്. അപ്പോൾ അതിന് നേരെ ശരി അടയാളപ്പെടുത്തുക. രണ്ടാമത്തത് മലക്കുകളിൽ പെട്ടവരാണ് ആദം നബി അലൈഹിസ്സലാം, ഇദ്രീസ് നബി അലൈഹിസ്സലാം, ഇസ്രാഫീൽ അലൈഹിസ്സലാം. ഏതാണ് ശരി? ഇസ്രാഫീൽ അലൈഹിസ്സലാം എന്നുള്ളതാണ്. അതിന് നേരെ ശരി അടയാളപ്പെടുത്തുക. മൂന്നാമത്തത് നമുക്ക് കഴിക്കാൻ ഭക്ഷണം തരുന്നു. ആരാണ്? മലക്കുകൾ, അള്ളാഹു, സർക്കാർ. ആരാണ് ശരി? അള്ളാഹു എന്നുള്ളതാണ്. അപ്പോൾ അതിന് നേരെ ശരി അടയാളപ്പെടുത്തുക. ഇനി നാലാമത്തത് ഉറക്കമോ ക്ഷീണമോ ഉണ്ടാകില്ല നബിമാർക്ക്, മനുഷ്യർക്ക്, മലക്കുകൾക്ക്. ഏതാണ് ശരി? മലക്കുകൾക്ക് എന്നുള്ളതാണ്. അതിന് നേരെ ശരി അടയാളപ്പെടുത്തുക. അഞ്ചാമത്തത് അള്ളാഹു നമുക്ക് കാണാൻ തന്നു. എന്ത്? മൂക്ക്, കണ്ണ്, കൈ. ഏതാണ് ശരി? കണ്ണ് എന്നുള്ളതാണ്. അപ്പോൾ അതിന് നേരെ ശരി അടയാളപ്പെടുത്തുക. ഇനി നമുക്ക് അടുത്തത് നോക്കാം. 4ാമത്തെ പ്രവർത്തനം വേർതിരിക്കാം എന്നുള്ളതാണ്. അപ്പോൾ അവിടെ ബ്രാക്കറ്റിൽ ഒരുപാട് വാക്കുകൾ നൽകിയിട്ടുണ്ടാകും. നാം കാണുന്നവ ഏതാണെന്നും നാം കാണാത്തവ ഏതാണെന്നും ആ ബ്രാക്കറ്റിൽ നിന്നും തരം തിരിച്ചിട്ട് നമ്മൾ എഴുതണം, വേർതിരിച്ചെഴുതണം. അപ്പോൾ ആദ്യം നമുക്ക് ആ ഒരു ബ്രാക്കറ്റിലുള്ളതൊന്ന് വായിച്ചു നോക്കാം. മദ്രസ, അതുപോലെ മലക്ക്, അതുപോലെ പേന, അതുപോലെ പിശാജ്, അതുപോലെ ജിന്ന്, അവസാനത്തത് മനുഷ്യൻ.
അപ്പോൾ ഇതിലൊക്കെ നാം കാണുന്നത് ഏതാണ്? മദ്രസ നമ്മൾ കാണാറുണ്ട്, പേന നമ്മൾ കാണാറുണ്ട്, മനുഷ്യനെ നമ്മൾ കാണാറുണ്ട്. അപ്പോൾ അത് മൂന്നും ആദ്യത്തതിൽ നാം കാണുന്നവ എന്നുള്ളതിന് നേരെ എഴുതി കൊടുക്കുക. അടുത്തത് നാം കാണാത്തവയാണ്. അതിന് നേരെ ഏതൊക്കെയാണ് എഴുതാനുള്ളത്? മലക്കുകൾ നമ്മൾ കാണാറില്ല. അതുപോലെ പിശാജിനെ നമ്മൾ കാണാറില്ല. അതുപോലെ ജിന്നുകളെയും നമ്മൾ കാണാറില്ല. അപ്പോൾ അത് അങ്ങനെ വേർതിരിച്ച് എഴുതി കൊടുക്കുക. ഇനി 5ാമത്തെ പ്രവർത്തനമാണ് ഉത്തരം എഴുതാം. ആ ഒരു ഭാഗത്ത് 3 ക്വസ്റ്റ്യനാണ് നൽകിയിട്ടുള്ളത്. അപ്പോൾ ക്വസ്റ്റ്യനൊക്കെ നല്ലോണം വായിച്ചു നോക്കിയിട്ട് നല്ല രൂപത്തിൽ ഉത്തരം എഴുതാൻ ശ്രമിക്കുക. അപ്പോൾ നമുക്ക് നോക്കാം. 1ാമത്തെ ചോദ്യം, സൃഷ്ടികളിൽ 3 വസ്തുക്കളുടെ പേര് എഴുതാം. സൃഷ്ടികളിൽ അഥവാ അല്ലാഹു തആല പടച്ച, അല്ലാഹു തആല ഉണ്ടാക്കിയ സൃഷ്ടികളിൽ 3 എണ്ണത്തിൻ്റെ പേരാണ് നമ്മളവിടെ എഴുതി കൊടുക്കാനുള്ളത്. ഏതൊക്കെയാണ്? ഭൂമി, വെള്ളം, വായു. അങ്ങനെ ഒരുപാട് വസ്തുക്കൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഏതെങ്കിലും 3 എണ്ണമാണ് അവിടെ എഴുതി കൊടുക്കാനുള്ളത്. 2ാമത്തത്, നമ്മുടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേര് എന്താണ്? നമ്മുടെ നബിയുടെ പേരെന്താണ്? ഉത്തരം എന്താണ്? മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ അതാണ് അവിടെ എഴുതി കൊടുക്കാനുള്ളത്. ഇനി 3ാമത്തെ ചോദ്യമാണ് അതിൽ അവസാനത്തത്. എപ്പോഴും അള്ളാഹുവിന് വഴിപ്പെടുന്നവർ ആരാണ്? എല്ലാ സമയവും, മുഴുവൻ സമയവും എപ്പോഴും അള്ളാഹുവിന് വഴിപ്പെടുന്നത് ആരാണ്? മലക്കുകളാണ് അള്ളാഹുവിന് എപ്പോഴും വഴിപ്പെടുന്നവർ. ഇനി 6ാമത്തെ പ്രവർത്തനമാണ് ഏറ്റവും അവസാനത്തത്. അവിടെ 3 ചോദ്യങ്ങളാണ് നൽകിയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. 1ാമത്തത്, ആരാധനക്ക് ഡേഷ് മറ്റാരുമില്ല. അപ്പോൾ അവിടെ നമ്മൾ എന്താണ് എഴുതി കൊടുക്കാനുള്ളത്? അർഹൻ അള്ളാഹു അല്ലാതെ എന്നുള്ളതാണ്. അപ്പോൾ അത് കൂട്ടി വായിക്കുമ്പോൾ ആരാധനക്ക് അർഹൻ അള്ളാഹു അല്ലാതെ മറ്റാരുമില്ല എന്ന് വരും. മറ്റാരും ഇല്ല. ഇനി 2ാമത്തത്, അള്ളാഹു നമുക്ക് നടക്കാൻ ഡേഷ് തന്നു. നമ്മൾ ഏത് അവയവം കൊണ്ടാണ് നടക്കാറ്? കാല് കൊണ്ട്, അല്ലേ? അപ്പോൾ അവിടെ കാല് എന്നാണ് എഴുതി കൊടുക്കാനുള്ളത്. അള്ളാഹു നമുക്ക് നടക്കാൻ കാല് തന്നു. ഇനി ഏറ്റവും അവസാനത്തതാണ്, എല്ലാം ഡേഷ് അള്ളാഹു, എന്നും ഡേഷ് അള്ളാഹു. അപ്പോൾ അവിടെ ഇങ്ങനെയാണ് എഴുതുക: എല്ലാം കാണും അള്ളാഹു, എന്നും ഉള്ളവൻ അള്ളാഹു. അപ്പോൾ അവിടെ എല്ലാം കേൾക്കും എന്നെഴുതാം, എല്ലാം അറിയും, എല്ലാം തന്നവൻ. ഇതൊക്കെ അതുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അപ്പോൾ ദുആ വസിയത്തോടെ നിർത്തുന്നു. വാഖിർ ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.